നമസ്കാരം. നമ്മുടെ കുഞ്ഞു വീടിൻ്റെ അകത്തളങ്ങളെ നമുക്ക് മനോഹരമാക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് എന്നൊക്കെ ചെയ്യാൻ നോക്കാം അല്ലേ? ഒരു പാട്ടില്ലേ, കുഞ്ഞു വീടിനകത്തളങ്ങൾ സ്വർഗമാക്കണം, അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണം എന്നുള്ളൊരു പാട്ടുണ്ട്. അമരം എന്ന സിനിമയിലെ ഒരു പ്രാർത്ഥനാ ഗാനമാണ്. നല്ല രസമുള്ള പാട്ട്. അതിനകത്ത് കുറച്ച് വരികളാണ് ഞാനീ പറഞ്ഞത്. എനിക്ക് പാടാനറിയത്തില്ല, എങ്കിൽ ഞാൻ പാടിയേനെ. നമ്മുടെ വീട് നമുക്ക് സ്വർഗമാക്കാൻ പറ്റും. അതിന് നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ വിടുക. നമ്മുടെ വീടിനകത്തുള്ള എന്നാന്ന് പറയണേ, നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളും അച്ഛൻ അമ്മ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ കൂടിയാൽ നമ്മുടെ വീട് സ്വർഗമാക്കാൻ പറ്റുമോ? നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ട എന്നാണെന്നറിയാവോ? കൊച്ചു കുഞ്ഞു തൊട്ട് വലിയവർ വരെയുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക. നമുക്ക് ദോഷം വരുന്നതല്ലെങ്കിൽ, നമ്മളെ ബാധിക്കുന്നതല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിലും ഇടപെടരുത്. അതായത് നമ്മുടെ വീടിന് ദോഷം വരുത്തുന്നതായിരിക്കരുത്, നമുക്ക് ദോഷം വരുത്തുന്നതായിരിക്കരുത്. ഒന്നും അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മളങ്ങ് വിട്ടേക്കണം. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമാവും. അല്ലാണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ അവരെ ഇടപെടുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. പിന്നെ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകരുത്. അതായത് ഉപദേശം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇച്ചിരി മുതിർന്നവർക്കാണ് ഉപദേശം കൂടുതലുള്ളത് അല്ലെ? മക്കളെയൊക്കെ ഉപദേശിച്ച് നേരെയാക്കാന്ന് പറയുക. അവരെ ഉപദേശം കേട്ട് മടുത്ത് കിടക്കണവരായിരിക്കും. പക്ഷെ മക്കളായി കഴിയുമ്പോൾ അവരെ ഉപദേശിക്കാൻ വരും. ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഉപദേശിക്കുക. ഉപദേശിച്ച് മനുഷ്യനെ നന്നാക്കാൻ ആർക്കും സാധിക്കില്ല. ഉപദേശിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു വെറുപ്പ് സമ്പാദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വലിയ ഉപദേശത്തിന് പോവാതിരിക്കുക. ആരും ഉപദേശിക്കേണ്ട, അവർ നന്നായിക്കോളും. എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളത് അധികം ഉപദേശിക്കാനൊന്നും പോകണ്ട. അതിനുള്ള ബോധം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കുണ്ട്. പിന്നെയുള്ള കാര്യമാണ്, നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. നമ്മുടെ മാതാപിതാക്കളോ ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു സമയത്ത്, അതായത് ഡിന്നറിനോ അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാവരും കൂടെ, അത് ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ എല്ലാവരും കൂടെ ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശന്മാരെക്കുറിച്ചോ മുത്തശ്ശിമാരെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തലമുറയിൽപ്പെട്ട ആൾക്കാരെക്കുറിച്ചോ നമ്മുടെ അച്ഛനമ്മമാരെക്കുറിച്ചോ ഉള്ള കഥകളൊക്കെ മക്കളോട് പറഞ്ഞു കേൾപ്പിക്കണം. അവരറിഞ്ഞിരിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ ഇന്നവരൊക്കെ ജീവിച്ചിരുന്നു, അവരിന്നവരായിരുന്നു എന്നൊക്കെ അറിയാൻ. നമുക്ക് ഉള്ള കഥകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ, ഒന്നും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പോലും അവരെക്കുറിച്ചാണെങ്കിലും അവരിന്നവരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ മുതിർന്ന തലമുറകളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അതൊരു സന്തോഷമാണ്. മക്കൾക്കൊക്കെ കേൾക്കുമ്പം അതൊക്കെ കേൾക്കാൻ അവരറിഞ്ഞിരിക്കട്ടെ, അറിഞ്ഞു വളരട്ടെ നമ്മളെക്കുറിച്ചുള്ള കഥകൾ എന്താണെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്നാ പറയണേ, പരസ്പരം ഒരു സഹകരണം എപ്പോഴും ഉണ്ടായിരിക്കണം വീട്ടിൽ. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയാണ്. എന്നും ഭാര്യ മിറ്റമടിക്കുക, പാത്രം തേക്കുക, തുണി അലക്കുക, മുറിയൊക്കെ വൃത്തിയാക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഭർത്താവോ മക്കളോ ഒക്കെ കൂടി ഒരു ക്ലീനിങ്ങിനൊക്കെ കൂടുക, ഭാര്യനൊന്ന് ഹെൽപ്പ് ചെയ്യുക, അടുക്കളപ്പണിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് സന്തോഷമായിരിക്കും എന്നറിയാം ഭാര്യയ്ക്ക്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു സന്തോഷമായിരിക്കും. സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ ഭർത്താവൊക്കെ അവരുടെ കൂടെ മക്കളൊക്കെ ഹെൽപ്പ് ചെയ്യണത് ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ആഴ്ചയിൽ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഒരു ദിവസം നമ്മൾ തന്നെ ഒന്ന് അലക്കി നോക്കുക. അങ്ങനെയൊക്കെ ഒരു സഹായങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഏതെങ്കിലും എന്നാ പറയണേ, ഒരു സിനിമ കാണുമോ, എല്ലാവരും കൂടെ കൂടിയിരുന്ന് TV കാണുമോ, അങ്ങനെ ഒരു നിമിഷങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. കളിക്കുകയോ, പുറത്തിറങ്ങി ഷട്ടിൽ കളിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ കളികളോ പന്ത് കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ കളികൾ എല്ലാവരും കൂടെ കൂടി അതിനകത്തൊക്കെ കൂടുക. എവിടെയെങ്കിലും പുഴയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുക. പിന്നെ എന്നാ പറയണേ, നമ്മൾ ഈ കമാൻഡ് ചെയ്യണം, അതായത് ആജ്ഞാപിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഭർത്താവാണെങ്കിൽ ചായ ഇങ്ങെടുത്ത് അല്ലെങ്കിൽ ഒരു കാപ്പി ഇങ്ങെടുത്ത്, എൻ്റെ ഡ്രസ്സ് എന്തി, അങ്ങനെയുള്ള അവരെ തുല്യരായിട്ട് കാണുക, ഭാര്യേനെ ആണെങ്കിലും. എന്നിട്ട് നമ്മുടെ ഡ്രസ്സ് നമ്മൾ തന്നെ തേച്ചെടുക്കുക. നമ്മുടെ ഡ്രസ്സ് എവിടെയാണ് വിരിച്ചേക്കണമെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് പോയെടുത്ത് ആ ഡ്രസ്സൊക്കെ തേച്ച് ഇടുക. അങ്ങനെ ഒക്കെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. പിന്നെ ഈ മക്കളുടെ മുമ്പിൽ നമ്മൾ ടെൻഷൻ അടിക്കണമായിട്ട് കാണിച്ചു കൊടുക്കാതിരിക്കുക. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉള്ള ഏറ്റവും ഒരു പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല പിള്ളേരും പറയണതാണ്, എൻ്റെ മാതാപിതാക്കൾ അവർ സ്ട്രെസ് അനുഭവിക്കുന്നവരാണെന്നാണ് പറയുന്നത്. കാരണം ആ മക്കളുടെ മുമ്പിൽ വെച്ച് നമ്മളെയും എന്നാ പറയണേ,
ഭയങ്കര മാനസികമായ വിഷമങ്ങൾ കാണിക്കുമ്പോൾ അത് മക്കളുടെ മനസ്സിനെയും ബാധിക്കും, അവരുടെ ബുദ്ധിയെയും ബാധിക്കും. അതുകൊണ്ട് പരമാവധി നമ്മൾ മക്കളുടെ കാങ്കൽ വെച്ച് നമ്മുടെ മാനസിക വിഷമങ്ങളൊന്നും കാണിക്കാതെ ഇരിക്കുക. നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞു തീർക്കുക. പിന്നെ എന്താ, വർഷത്തിലൊരിക്കലെങ്കിലും എല്ലാ കുടുംബാംഗങ്ങളും കൂടി എവിടെയെങ്കിലും ഒരു ടൂറൊക്കെ പോവുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെയാട്ടോ. ഒരു വർഷം അല്ലെങ്കിൽ ഓരോ വർഷം തന്നെ നടക്കാറുണ്ട്. ഞങ്ങളുടെ ചേട്ടൻ, ഹസ്ബൻഡിൻ്റെ ചേട്ടൻ, ഞാൻ അണ്ണാന്നാണ് വിളിക്കുന്നത്, എല്ലാവരും അണ്ണാന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെ സഹോദരങ്ങളെ എല്ലാവരെയും കൂടെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോകും. ഒരു പ്രാവശ്യം ഞങ്ങൾ രാമേശ്വരത്ത് കൊണ്ടുപോയി, ഇപ്രാവശ്യം ഞങ്ങളെ മരുത്വാമലയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ ചേട്ടനും ചേട്ടത്തെയും കൂടെ ചെയ്യാറുണ്ട്. അപ്പം അതുപോലെയൊക്കെ എല്ലാവരും കൂടെ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ച്, പൈസ ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഷെയർ ഇട്ടോണമെന്നേ, എന്നിട്ടാണെങ്കിലും പോയിക്കോണം, എല്ലാവരും കൂടെ പോകും. അപ്പം പിന്നെ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം, പോകുമ്പോൾ തൊട്ട് കുടുംബ പ്രശ്നങ്ങൾ എടുത്തിടാൻ ശ്രമിക്കരുത്. അതൊക്കെ മറന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് പൊക്കോണം. അല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് പഴയ കഥ എടുത്തിട്ട് ഇവിടം തൊട്ട് തുടങ്ങിയിട്ട് ഏതാ സ്ഥലത്ത് പോകുന്ന വെച്ചാൽ അവിടം വരെ പോയി തിരിച്ചു തന്നെ വരെ വഴക്കേലും വക്കാണത്തേലും ആകാണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം മതി. നമ്മൾ സന്തോഷത്തോടു കൂടി പോയി തിരിച്ചു വരാൻ ശ്രമിക്കുക. അതൊക്കെ എൻജോയ് ചെയ്യുക. അങ്ങനെ എന്ത് രസമാണെന്നറിയാം അങ്ങനെയൊക്കെയുള്ള പോക്കുകൾ. കസിൻസും ഒക്കെ ആയിട്ടുള്ള പോക്കൊക്കെ ഭയങ്കര രസമുള്ള, ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കറിയാവുള്ളൂ. അപ്പം വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ മറന്ന് നമ്മൾ പൊക്കോണം. നമ്മളെന്തിനാ ഈ സഹോദരങ്ങളുമായിട്ടൊന്നും പിണങ്ങിയിരിക്കുന്നത്? അതൊന്നുമല്ല, നമ്മൾ എല്ലാവരും ഒരേ ബ്ലഡല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പിണങ്ങിയിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ യാത്രകൾ ചെയ്യുക. കുറ്റങ്ങളും കുറവുകളും ഒക്കെ എല്ലാവർക്കും കാണും, അതൊക്കെ മറന്നേക്കുക. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോയിക്കൊള്ളുക. അങ്ങനെയൊക്കെ പോയി അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് തിരിച്ചു വരിക. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയണേ, എല്ലാ കാര്യങ്ങളും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലുണ്ടായ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ നമ്മൾ മക്കളോടും പറഞ്ഞു കൊടുക്കണം. മക്കളൊന്നും അറിയാതെ വളർന്നിട്ട് കുറേ പറയുമ്പോൾ ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയാൻ ഇടവരുത്തരുത്. നമ്മുടെ വീട്ടിൽ ഇന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഇത്ര പൈസയുണ്ട്, ഇന്നിടത്ത് വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന സേവിങ് തുടങ്ങാം, എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം മക്കളുമായിട്ടും കൂടെ ഇരുന്ന് ആലോചിക്കണം. അപ്പം മക്കൾ പൈസ ചിലവാക്കുന്നത് ഒക്കെ മക്കൾ നിയന്ത്രിക്കാൻ പഠിക്കും. നമ്മൾ ഒരു കാര്യങ്ങളും നമ്മുടെ മക്കളെ മനസ്സിലാക്കി കൊടുക്കാണ്ടിരുന്ന മക്കൾ പൈസ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ എന്നാ പറയണേ, ഒരു സമ്പാദ്യശീലം ഇല്ലാതെയൊക്കെ വളർന്നു വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മക്കളോടും കൂടെ തുറന്ന് സംസാരിക്കുക. എല്ലാ കാര്യങ്ങളും ഭാര്യയോടും തുറന്ന് സംസാരിക്കുക. അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കും കാരണം ഭാര്യമാരോട് ഭർത്താക്കന്മാർ പല കാര്യങ്ങളും പറയാതിരിക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. അവർ പരസ്പരം എല്ലാം ചർച്ച ചെയ്ത് അതിനൊക്കെ തീരുമാനം ഉണ്ടാക്കുക. എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞേക്കുക. അതേപോലെ ഒന്നും അവരുടെ ജീവിതത്തിൽ ഒരു രഹസ്യം ഉണ്ടായിരിക്കരുത്, എല്ലാം പറഞ്ഞേക്കുക. അങ്ങനെ ഒരു സന്തോഷകരമായൊരു കുടുംബജീവിതം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അടുത്ത വീട്ടിൽ എന്തെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ മക്കളെയും കൂടെ പോകണം എന്ന് പറയുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മക്കളെയും കൂടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യുകയാണെങ്കിലും മക്കളെ കൊണ്ടുമൊക്കെ ചെയ്യിപ്പിക്കുക. എടാ നീ കൊണ്ട് കൊടുത്തേ, അല്ലെങ്കിൽ ഇത് കൊണ്ട് കൊടുത്തേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും മക്കളെയും കൊണ്ടും നമ്മൾ ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെ മാറുമ്പോൾ നമ്മുടെ കുടുംബം സ്വർഗ്ഗതുല്യമാകുന്നേ. അല്ലാണ്ട് എന്നും ഈ പ്രശ്നങ്ങളിലാണ് എല്ലാവരും ജീവിക്കുന്നത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പം എല്ലാവരുമായിട്ട് കൂടി സന്തോഷത്തോടെ ഒന്ന് ജീവിച്ച് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരും നമുക്ക് കാണാം. അല്ലാണ്ട് ഈ ഒറ്റപ്പെട്ട് മറ്റുള്ളവരോട് മിണ്ടാതെ 4 ചുമരിൽ മാത്രം അകപ്പെട്ട് ഭർത്താവ് ഒരു വശത്ത്, ഭാര്യ ഒരു വശത്ത്, മക്കൾ വേറൊരു വശത്ത്, ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. ജീവിതത്തിന് എന്താ ഒരു രസമുള്ളത്? നമ്മൾ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലേക്ക് വീഴുമ്പോൾ പ്രശ്നങ്ങളുമായിട്ടാണോ ഉണ്ടായത്? അല്ലല്ലോ. നമ്മളാക്കി ഉണ്ടാക്കി വെച്ചങ്ങനെ പ്രശ്നങ്ങളല്ലേ അധികവും. നമ്മളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പിന്നെ അത് നമ്മുടെ കുടുംബത്തിലേക്ക് വലിച്ചെറിച്ചുകൊണ്ട് വന്ന് ഉള്ള സമാധാനം കളയേണ്ട. എന്ത് പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരമുണ്ട്. എത്ര വലിയ പ്രശ്നത്തിനാണേലും ആരും നമ്മൾ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബാധ്യത ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും തൂക്കിക്കൊല്ലാൻ പോകുന്നുണ്ടോ? നമ്മൾ അതോർത്തൊന്നും പേടിക്കൊന്നും വേണ്ട. അത് നമുക്ക് പരമാവധി ചിന്തിച്ച് കുടുംബത്തിലെല്ലാവരും കൂടി ആലോചിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക. എന്നിട്ട് അതൊക്കെ തീർക്കുക. എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കുക. സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാത്തിനും മാർഗമുണ്ടെന്നേ. അല്ലാണ്ട് എന്നും നിരാശരായിട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? അല്ലേ? രാത്രിയാകും പകലാകും, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം നമ്മുടെ ഈ ദുഃഖത്തിനും ഒരു സന്തോഷമുണ്ട് പുറകിൽ.
അപ്പം അത് നമ്മൾ നോക്കിയിരുന്നാൽ മാത്രം മതി. ഇതിപ്പോൾ ഈ സമയത്തുള്ളതാണ്, ഇനി അടുത്തത് വരുന്നുണ്ട്, സന്തോഷം എനിക്ക് വരും എന്ന് ചിന്തിച്ചാൽ മതി. എന്നും ദുഃഖവും എന്നും സന്തോഷവും നമ്മുടെ കൂടെ നിൽക്കില്ല. അപ്പോൾ അതൊക്കെ ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.